ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാനൊരു റീൽ ഇട്ടിരുന്നു. ഇപ്പോഴല്ല, ഒരു 2 ദിവസം മുമ്പിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേണിനെ കുറിച്ച് ഒരു 30 സെക്കൻഡ്സ് വീഡിയോ. അതിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലൊന്നും എൻ്റെ വീഡിയോസ് യൂട്യൂബിലും 30K വ്യൂസാണ്. അതിൻ്റെ അപ്പുറം ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ ഇപ്പോൾ അത് 60K. പക്ഷെ ഫുള്ള് കമൻസ്, മെസ്സേജ്. നമ്മൾ ഇങ്ങനെ വ്യൂസൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കമൻസിൽ പിന്നെ വന്നിട്ട് നമ്മളുടെ മെസ്സേജിലൊക്കെ റിക്വസ്റ്റ് ഒക്കെ വരൂലേ. ഇതൊന്നും വരില്ലല്ലോ, നമ്മൾ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നത്, അങ്ങനെ എന്താ മെസ്സേജ് റിക്വസ്റ്റ്, അങ്ങനെ മെസ്സേജുകൾ കുറേ വന്നുകൊണ്ടേയിരുന്നപ്പോൾ ഞാനിത് എന്താണെന്ന് നോക്കുമ്പോൾ എല്ലാവരും കുറേ പേര് ഇങ്ങനെ എന്താ ഗുഡ്, നല്ല രസമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് മാറിയത് അങ്ങനെ ചോദിച്ചു. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ലേ, നമ്മളുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കാൻ. പിന്നെ നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്താണ്. പിന്നെ എനിക്ക് ഒരു സമയത്ത് നമുക്ക് 10 പേർക്കൊക്കെ റിപ്ലൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാണ്ട് ഇത് പകുതി അത് പകുതി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ഇട്ട് വെക്കാമെന്ന്. അപ്പോൾ ഇത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീൻ്റെ ലോങ് വീഡിയോ ആണ്. ഞാൻ ഏകദേശം 10 കിലോ കുറച്ചു, അതും 45 ദിവസം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കുറച്ച് അത് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ആക്കാം. കുറേ പേര് ചോദിച്ചിരുന്നു ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു. എൻ്റെ യൂട്യൂബിലത്തെ ഇതായിരിക്കും ലോങ് വീഡിയോ. ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി, അത് ഇതൊന്നുമല്ല, ഇതിപ്പോൾ സെക്കൻഡത്തെ വീഡിയോ, പക്ഷേ പ്രൊഫൈലിൽ ഇതായിരിക്കും ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇട്ടേക്കാം. ഈ വെയിറ്റ് ലോസിൽ ഫസ്റ്റ് വന്നിട്ട് ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ലോസ്. ഇപ്പോൾ വന്നിട്ട് ഞാൻ 4 വർഷമായിട്ട്, ഞാൻ ഫസ്റ്റ് ഒരു 4 ഇയേഴ്സിന് മുമ്പിൽ വന്നിട്ട് ഞാൻ 56 kg 55 kg ഉണ്ടായത്. ഈ 4 വർഷത്താണ് ഞാൻ 66 ആയത്. മീൻസ് 10 kg കൂടി 4 വർഷത്ത്. അതും 10 kg കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ശരിയാവില്ല. അതും എൻ്റെ അടുത്ത് അധികം ആരും വന്നിട്ട് തടി വെച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവാൻ നമ്മൾ തടി വെച്ചത്? ഡ്രസ്സൊന്നും വലിയ കുഴപ്പമില്ല, ഒരു ദിവസം ടൈറ്റ് ആകും, ഒരു ദിവസം കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എങ്ങനെ മനസ്സിലായതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ പോയാൽ നമ്മുടെ പാരൻസും പറയില്ല തടി വെച്ചു, ഏത് പാരൻസും പറയില്ല. ഇപ്പം എൻ്റെ സിസ്റ്ററും പറയില്ല, ആരും പറയില്ല എൻ്റെ അടുത്ത് തടി വെച്ചു എന്ന്. അപ്പോൾ അത് മനസ്സിലാവണില്ല ശരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമൽ തടിയാ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കോളേജിലൊക്കെ കുറേ സ്റ്റെപ്പ്, ഒരു 5th ഫ്ലോറോ 4th ഫ്ലോറാണ് നമ്മുടെ ക്ലാസ്സൊക്കെ. നോക്കുമ്പോൾ അത് കയറാൻ പറ്റില്ല, നടന്ന് കയറാനേ പറ്റില്ല. പെട്ടെന്ന് ശ്വാസം മുട്ടണ മാതിരി അങ്ങനെയൊക്കെ ഒരു ഇത്. പിന്നെ പീരിയഡ്സ് റെഗുലറായിട്ട് ആവുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നം. ഒന്നും നടക്കാൻ ശരിക്കും പറ്റണില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തടി കുറയ്ക്കാം, തടി കുറയ്ക്കുക, ഒന്ന് ബോഡി ഫ്രീ ആവണം, എനിക്ക് കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങി. എല്ലാ ന്യൂ ഇയറിലും ഞാൻ എടുക്കുന്നതാണ് ഇത് റിസൊല്യൂഷൻ. ഈ വർഷം എന്തായാലും തടി കുറയ്ക്കണം, 2 മാസമെങ്കിലും ഡയറ്റ് ഇരിക്കണം, 2 മാസങ്ങളിൽ എവിടെ 2 ദിവസം പോലും ഇരിക്കില്ല, 2 മണിക്കൂർ പോലും ആയിരിക്കില്ല. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പം 1.5 മാസം ഇരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1.5 മാസമൊക്കെ ഡയറ്റ് ഇരുന്നു അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ വന്നിട്ട് മെൻ്റലിയും ഫിസിക്കലിയും പ്രിപ്പയർ ആയിരിക്കണം, ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ. ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഒരു ഇതിൽ ഫോക്കസ് ചെയ്യുക. അതും വേഗം കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് ഹെൽത്തി അല്ലാതെ കുറയ്ക്കരുത്. അതെപ്പോഴും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ കുറയ്ക്കണം, അതും തിന്നിട്ട്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ തിന്നാതെ കുറയ്ക്കുന്നതല്ല, ഡയറ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം തിന്നിട്ട് തന്നെ കുറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഈ വീഡിയോ ഞാൻ പറയാം. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്കൊന്നും ഓർമ്മ നിൽക്കില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതി വെച്ചേക്കും എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ജിമ്മ് പോയാൽ തന്നെ തടി കുറയുള്ളൂ അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ വന്നിട്ട് എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ വന്നിട്ട് ജിമ്മ് നോക്കി, പക്ഷേ സെറ്റായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ 2 മാസം കൂടെ ഉള്ളൂ ഹോസ്റ്റലിൽ, ജിമ്മൊന്നും വേണ്ട, നമുക്ക് ഡയറ്റ് ചെയ്തിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് 100%-ൽ 20% നമ്മുടെ വർക്കൗട്ടും 80% ഡയറ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങളിപ്പോൾ നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ട് ഫുള്ളും പോയിട്ട് നല്ല ഫാസ്റ്റ് ഫുഡും ഷുഗറും അതൊക്കെ തിന്നാൽ എവിടെ വെയിറ്റ് കുറയേയില്ല, കൂടിയിട്ടേ പോവും. അതുകൊണ്ട് എൻ്റെ ഒരു മൈൻഡ്സെറ്റിലല്ല, പൊതുവേ 80% നമ്മൾ ഡയറ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വെറും 20% മതി നമുക്ക് വർക്കൗട്ട്.
അപ്പോൾ ഞാൻ ഫിസിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് ചെയ്തത് ഫസ്റ്റ് ഒരു മാസം രാവിലെ എണീച്ച് ഒരു 6 മണി ടു 7 മണി വാക്കിംഗ് പോയി. വാക്കിങ്ങിൽ കുഴപ്പമില്ല, 1 മണിക്കൂർ നടക്കുമായിരുന്നു, ഓടുമായിരുന്നു. ഫസ്റ്റത്തെ ഒരാഴ്ച ഇങ്ങനെ ജോഗിങ് കണക്ക് ഓടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മഴയില്ല. ജൂൺ 1-ാം തീയതി ഞാൻ തുടങ്ങി. മഴ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് കഥം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഫുഡിലായിരുന്നു കറക്റ്റ് കൺട്രോള്. പിന്നെ രാവിലെ നടക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ എണീച്ച് ടെറസിൽ നടക്കണം. അങ്ങനെ ടെറസിൽ നടന്ന് സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഒന്ന് സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെറും 1 മണിക്കൂർ നടന്ന്. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ നമ്മുടെ ഹെൽത്ത് ഇതുണ്ടല്ലോ, ആപ്പ് ഫോണിൽ തന്നെ ഉണ്ടല്ലോ, അതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ദിവസം ഞാൻ 10K നടന്നു, പിറ്റേ ദിവസം ഞാൻ 15K നടന്നു, പിറ്റേ ദിവസം ഞാൻ 20K നടന്നു. കാരണം ഒരു ഇൻട്രസ്റ്റ് ആയി നടക്കാം. ആ ഫോണിൽ എനിക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെന്ന് പ്രാന്തെന്നറിയില്ല, ഞാൻ ഒരു ദിവസം 30K സ്റ്റെപ്സ് ഒക്കെ നടന്നേക്കണം. 31K സ്റ്റെപ്സ്. ഫോണ് നോക്കും, എന്തെങ്കിലും ഫോണിൽ വെക്കും, എന്തെങ്കിലും സ്റ്റോറിയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കും, എന്നിട്ട് ഞാൻ അങ്ങോട്ട് നടക്കും. അപ്പം അങ്ങനെ കുറേ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം അതൊരു മെയിൻ, നമ്മുടെ ബോഡി ഒരു മൂവ്മെൻ്റ് ആവണം എന്തായാലും. അതാണ് ഫസ്റ്റ് ഒരു ടിപ്പ്. പിന്നെ മോർണിംഗ് ഫസ്റ്റ് രാവിലെ നമ്മൾ എണീച്ചതും ഒരു ഗ്ലാസ് വാം വാട്ടർ, അതിൽ വന്നിട്ട് ലെമനും വേണമെങ്കിൽ ഉപ്പ് അത്രയ്ക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇടാം, പക്ഷെ അത് അത്രയ്ക്ക് വേണമെന്നില്ല. സാൾട്ട് നമ്മുടെ ബോഡിയിൽ പിന്നെ സാൾട്ട് സ്റ്റോറേജ് ആക്കും, അതുകൊണ്ട് കുറച്ച് പിഞ്ച് ഓഫ് സാൾട്ടും. പിന്നെ ഹണി ഉണ്ടെങ്കിൽ ഉപ്പിടണ്ട, ഹണി ഇല്ലെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുടിച്ചിട്ട് നമ്മൾ നടക്കാം. രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾ 20K വന്നിട്ട് 20,000 സ്റ്റെപ്പ് ഇപ്പം നിങ്ങൾ നടക്കുകയാണെങ്കിലും അത് ഒരേ സമയത്ത് നടന്ന് തീർക്കണമെന്നില്ല. ഒരു ദിവസത്തെ സ്പ്ലിറ്റാക്കി നടന്നാൽ മതി. അല്ലാതെ ഒരേ സമയത്ത് നടക്കാൻ നമുക്ക് പറ്റൂല, കാലൊക്കെ വേദനവും കുറേ ഇതാവും. അതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ നടന്നാലും മതി. പിന്നെ വന്നിട്ട് ഈ വാട്ടർ കുടിച്ചതിൻ്റെ ശേഷം 1 മണിക്കൂർ വാക്ക്. അത് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നടക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് അധികം ബേൺ ആവും. പിന്നെ നമ്മൾ ഈ 1 മണിക്കൂർ നടന്നതിൻ്റെ ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു 1/2 അവറോ അല്ലെങ്കിൽ 1 അവറോ ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കുക. ഈ നടന്നതിൻ്റെ കഴിച്ചതും ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് കഴിക്കുക, ഡിന്നർ കഴിക്കുക, എന്ത് കഴിച്ചാലും നമ്മൾ കഴിച്ചതും പോയിട്ട് ഇരിക്കേ കിടക്കും, അത് സ്റ്റോപ്പ് ആക്കണം. നമ്മൾ കഴിച്ചതും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ നടക്കണം. അപ്പോഴാണ് നമ്മളുടെ ബോഡിയിൽ ആ ഫുഡ് വന്നിട്ട് ബ്ലഡിൻ്റെ കൂടെ മിക്സായി ഗ്ലൂക്കോസായി കൺവേർട്ട് ആവുന്നത്. ഇല്ലെങ്കിൽ അത് ഫാറ്റായി പിന്നെയും സ്റ്റോർ ആവും. അതുകൊണ്ട് ഇതൊക്കെ ഒരു ചെറിയ ടിപ്പാണ്, പക്ഷെ ഇതാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് വലിയ റിസൾട്ട് തരും. അപ്പോൾ നമ്മൾ തിന്നതും പറ്റുന്നതും, ഇപ്പം മഴ ആണെങ്കിൽ വീട്ടിനുള്ളിൽ നടക്കാം. ഞാനൊക്കെ കുറേ വീട്ടിനുള്ളിൽ നടന്നു, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ നമ്മുടെ ബോഡിയിലാക്കും. അപ്പോൾ നമുക്കേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിശക്കണ മാതിരി ഫീൽ ആക്കും. അപ്പോൾ ഫാറ്റ് ബേണിംഗ് ആണ് അതൊക്കെ. നമ്മൾ തിന്നിട്ട് അങ്ങനെ വേഗം കയറി ബെഡിൽ കിടന്നാൽ നമുക്ക് ഒന്നുമേ ഇതാവാൻ പോകുന്നില്ല, പിന്നെയും ഫാറ്റ് സ്റ്റോർ തന്നെ ആവുക. അതുകൊണ്ട് അത് നല്ലൊരു ടിപ്പാണ്. പിന്നെ ഞാൻ ചെയ്തത് ഷുഗർ കട്ട്. കുറേ പേർക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും ഷുഗർ, പക്ഷേ എൻ്റെ എനിക്ക് വലിയ ക്രേവിങ്സ് ഇല്ല ഷുഗർ. ഞാൻ ശരിക്കും ഒരു സ്വീറ്റ് പേഴ്സൺ അല്ല, ഞാൻ അധികം തിന്നൂല സ്വീറ്റ്സ് ഫസ്റ്റ് തൊട്ടേ. പിന്നെ ഇപ്പോൾ പല്ലിൽ ബ്രേസസ് ഇട്ടുകൊണ്ട് എനിക്ക് പല്ല് വേദന വരും സ്വീറ്റ്സ് തിന്നുമ്പോൾ. അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ പൊതുവെ അങ്ങനെ തിന്നുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് ഡയറ്റ് തുടങ്ങിയ 2 ദിവസം തല പൊട്ടണ മാതിരി വേദന, ഞാൻ നിർത്താനെന്നൊരു വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തലവേദന എന്തായാലും വരും, കാരണം നമ്മുടെ ബോഡിയിൽ ഷുഗർ ലോ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, കോഫി കുടിക്കാം വിത്തൗട്ട് ഷുഗർ, അപ്പോൾ തലവേദന പോകും. അങ്ങനെ അപ്പോൾ ഷുഗർ കട്ടാക്കാം, പക്ഷെ നാച്ചുറൽ ഷുഗർ എടുക്കാം. ഇപ്പോൾ ബനാന, നിങ്ങൾക്ക് ഷുഗർ കഴിക്കാൻ തോന്നാം, ബനാന കഴിക്കാം, ആപ്പിൾ കഴിക്കാം, പപ്പായ കഴിക്കാം, അങ്ങനെ ഫ്രൂട്ട്സിൽ പിന്നെ പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ കുടിക്കുക, അതൊക്കെ സ്വീറ്റ്നെസ് ഇല്ലേ, അങ്ങനത്തെ ഒക്കെ തിന്നിട്ട് പിന്നെ ഡേറ്റ്സ്, അധികം നമുക്ക് തോന്നിയ ഡേറ്റ്സ് ഒക്കെ ഒന്നൊക്കെ എടുത്ത് തിന്നുമ്പോൾ ഷുഗറിൻ്റെ ക്രേവിങ്സ് പോകും. പിന്നെ ഞാൻ ചെയ്തതാണ് കാലോറി ഡെഫിസിറ്റ് ഡയറ്റ്. കാലോറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏജ് 21, എൻ്റെ ഹൈറ്റ് 160. എൻ്റെ ഹൈറ്റ് 160 ആയിരുന്നു, ഞാൻ 66 kg ഉള്ളപ്പോൾ. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് 162 ആണ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 56 ആണ്. അത് എൻ്റെ 2 ഇഞ്ചല്ല 2 സെൻറ്റിമീറ്റർ അങ്ങനെ വളർന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയേണ്ടത്, കാലോറി ഡെഫിഷ്യറ്റ് നമ്മളിങ്ങനെ ഗൂഗിളിൽ പോയി അടിച്ച് വയ്ക്കാൻ മതി നമ്മളുടെ ഹൈറ്റ് വെയിറ്റ് എത്ര കാലോറിയാണ് പെർ ഡേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ
കാലോറി വന്നിട്ട് പെർ ഡേ 2200 ആണെങ്കിൽ ഞാൻ വന്നിട്ട് ഇതിന്ന് കുറച്ച് തിന്നാം. ഈ 2200 ഇപ്പം ഞാൻ എൻ്റെ ഈ 56 കിലോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് 2200 കാലോറി. ഞാൻ അപ്പോൾ ഡെയിലി അതാ തിന്നുന്നത് വെച്ചാൽ ഞാൻ തടി വെക്കൂല. മീൻസ് ഇതേ വെയിറ്റിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതേ സമയത്ത് നമ്മൾ ഒരു 2800 അങ്ങനെയൊക്കെ തിന്നുകയാണെങ്കിൽ എന്താവും, നമ്മൾ പിന്നെയും തടി വെക്കും. ഇതാണ് കാലോറി ഡെഫിസിറ്റ്. അപ്പോൾ നമ്മൾ എന്താ ഇതിന്ന് കുറയ്ക്കണം, നമ്മൾ തിന്നുന്ന അളവ് കുറയ്ക്കണം. ഇപ്പോൾ എൻ്റെ 2200 ആണെങ്കിൽ ഞാനൊരു 1000, 1200, 800 അങ്ങനെയൊക്കെ കഴിക്കണം. അത്ര കാലോറി ഞാൻ തിന്നാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കി മൊത്തം ഡെഫിസിറ്റോ നമ്മളുടെ ഫാറ്റ് ബേണാവും, കാലോറി ബേണാവും. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആയിട്ടാണ് നമുക്ക് ഫാറ്റ് ബേൺ നടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രോട്ടീൻ ഡയറ്റ്. പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തിത് പ്രോട്ടീന് അറിയില്ലല്ലോ, പ്രോട്ടീൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും. എനിക്ക് ഫസ്റ്റ് ഒന്നും കയ്യിൽ മസിലേ ഉണ്ടായിരുന്നിട്ടില്ല, അങ്ങനെ ഗുളുഗുളുന്നുണ്ടാവും. പിന്നെ എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് എനിക്ക് പ്രോട്ടീന് വലിയൊരു സീനായിട്ട്. കാരണം എപ്പോഴും മുട്ട തിന്നുന്നതുകൊണ്ട് എനിക്ക് ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ട. അപ്പോൾ മുട്ട, പിന്നെ പ്രോട്ടീനായിട്ട് ഞാൻ സോയാബീൻ അതെടുത്തു, പിന്നെ ചിക്കൻ, ഇതൊക്കെ തിന്നുമ്പോൾ എന്താ പ്രോട്ടീൻ നല്ലോണം കിട്ടി. എനിക്ക് മനസ്സിലാവുന്ന തുടങ്ങി എൻ്റെ ബോഡിയിൽ നിന്ന് ഫാറ്റാണ് പോകുന്നത്, മസിൽസ് ലോസ് ആവാനുള്ളതാണ്. കാരണം നമ്മൾ കറക്റ്റായ അമൗണ്ട് പ്രോട്ടീൻ എടുത്താൽ മസിൽ ലോസ് ആവില്ല, ഫാറ്റ് ആയിരിക്കും പോകുന്നത്. നമ്മുടെ ഫാറ്റ് പോകുന്നതായിരിക്കും നല്ലത്. ഫാറ്റ് പോയാൽ അത്ര പെട്ടെന്ന് വരില്ല, പക്ഷേ മസിൽ ലോസ് ആവരുത് നമുക്ക്, കാരണം നമ്മളുടെ സ്ട്രെങ്ത് പോകും. എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫാറ്റ് ലോസിലാണ്. അതുകൊണ്ട് പ്രോട്ടീൻ കറക്റ്റായിട്ട് എല്ലാ ദിവസവും എടുക്കണം. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കൈ തൊട്ട് നോക്കിയപ്പോൾ മസിലൊക്കെ ബിൽഡായിക്കുന്നു. പ്രോട്ടീൻ വർക്ക് ആവുന്നുണ്ട്, മസിൽസ് ലോസ് ആവുന്നതാണ്, അത് പക്ക ഓക്കെ. അപ്പോൾ നമ്മൾ ഫാറ്റ് ലോസ് ആണ് നോക്കേണ്ടത്, മസിൽ ലോസ് അല്ല. പിന്നെ അടുത്ത ടിപ്പ് എന്താ പറയുക, സിമ്പിളാണ്. ഡിന്നർ ബിഫോർ 6:30. അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അത് സിമ്പിളാണ് കേൾക്കാം. നമ്മൾ 6:30 ഉള്ളിൽ ഡിന്നർ കഴിച്ച് 2 റൗണ്ടൊക്കെ നടന്ന് എല്ലാം തീർന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നല്ലോണം ഫാറ്റ് ലോസ് ആവും രാത്രി. കാരണം ഫസ്റ്റ് ഇപ്പം ഞാൻ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് കഴിക്കാറുണ്ട് 6:30. അപ്പോൾ ഒരാഴ്ചക്ക് ഞാൻ കഴിക്കുള്ളൂ, ചിലപ്പോൾ 1 kg ഒക്കെ കുറയും എനിക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത്. ഇവിടെ നിന്ന് അങ്ങനെ കഴിക്കില്ല, ഇത് ഹോസ്റ്റലല്ലേ. വീട്ടിലങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1 kg ഒക്കെ കുറയുണ്ടായി. അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ ഡയറ്റിലുള്ളതുകൊണ്ട് ഞാൻ ഡയറ്റിൽ അങ്ങനെ തിന്നു നോക്കി, പിന്നെ നടക്കും. അങ്ങനെ ആകുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. 6:30 മുമ്പിൽ അതൊക്കെ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ നമുക്കത് റിസൾട്ട് തരുമ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 6:30 മുമ്പിൽ നമ്മൾ ഫുഡ് കഴിച്ച് തീർക്കണം, മാക്സിമം നോക്കണം. ഞാൻ ഡയറ്റിലുള്ളപ്പോൾ മാക്സിമം 6:30 ഉള്ളിൽ കഴിക്കാൻ നോക്കും. പിന്നെ മെയിൻ ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. എല്ലാവരും പറഞ്ഞിട്ട് എന്തിട്ട് ഹൈഡ്രേഷൻ. ഞാനെന്ന് വെച്ചാൽ ഇത് എന്താ ഇപ്പോൾ വെള്ളം കുടിച്ചിട്ടുള്ള കാര്യം. പിന്നെയാണ് മനസ്സിലാവുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസ് ആവില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല, വെള്ളം കുടിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് യൂറിൻ പാസ്സാക്കാൻ വരില്ല. ഈ സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് യൂറിൻ പാസ്സാക്കാൻ വരും. ഈ യൂറിൻ കൂടെയാണ് നമ്മുടെ ഫാറ്റ് പോകുന്നത്. നമ്മുടെ ഫാറ്റ് ബേൺ ആവണത് പുറത്ത് പോകണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നാൽ പിന്നെ അത് സ്റ്റോർ ആവില്ലേ. അപ്പോൾ ഫാറ്റ് പുറത്ത് പോകാൻ നമ്മൾ യൂറിൻ ചെയ്യാൻ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കുമ്പോൾ എല്ലാ ഫാറ്റും നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്ത് പോകും. അപ്പോൾ വെള്ളം എന്തായാലും 3 to 3.5 liters പെർ ഡേ എന്തായാലും കുടിച്ചിരിക്കണം. അതിലൊരു ഇതും ഉണ്ടാവരുത്, എക്സ്ക്യൂസ് ഉണ്ടാവരുത്. എന്തായാലും കുടിക്കും. ഒരു ബോട്ടിൽ വാങ്ങാം, 3 ലിറ്ററോ 2 ലിറ്ററോ ഉള്ളത്, എന്നിട്ട് അതിൽ അളവ് വെച്ച് നമ്മൾ കുടിക്കണം. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എത്ര ലോങ് ആയെന്ന് എനിക്കറിയില്ല. ലാസ്റ്റായിട്ട് എന്താ, നമ്മൾ ഉറക്കം, സ്ലീപ്പ് വന്നിട്ട് ഞാൻ പൊതുവേ നല്ല ഉറങ്ങും, അതുകൊണ്ട് എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ മസിൽസ് ബിൽഡ് ആവുന്നതും ഫാറ്റ് ബേൺ ആവുന്നതും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആക്കണം. 8 to 9 hours അല്ലെങ്കിൽ 7 to 8 hours എന്തായാലും ഉറങ്ങണം. ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെ രാവിലെ ഉറങ്ങണം. അപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ലോസ് നടക്കുന്നത്. ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇതൊക്കെ വർക്കായി എല്ലാ സംഭവവും സെറ്റ് ആവുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ എല്ലാത്തിനും കാട്ടിയും മെയിനായിട്ടുള്ള കാര്യം എന്താ, ഡയറ്റാണ് മെയിൻ. അപ്പോൾ ഡയറ്റിൽ ഫോക്കസ് ചെയ്യണം. പിന്നെന്തോ ഇപ്പം ഞാൻ ആലോചിച്ചു, ഇത് വെയിറ്റ് നോക്കുന്നത്.
ഫസ്റ്റ് ഞാൻ വെയിറ്റ് ലോസിൻ്റെ അന്ന് നോക്കിയപ്പോൾ 66 kg. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയി നോക്കി. 2 ദിവസം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ സെയിം 66. ഡിപ്രഷനായി. അപ്പോൾ നമുക്ക് ഡിപ്രഷനാകുമ്പോൾ എന്താ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ വന്ന് നമ്മുടെ വെയിറ്റ് ഒന്നുകൂടെ കൂടുകയുള്ളൂ ചെയ്യുക, കുറയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഫസ്റ്റ് 1-ാം തീയതി ഞാൻ ഡയറ്റ് സ്റ്റാർട്ടാക്കി. 3-ാം തീയതി വെയിറ്റ് നോക്കി. ഫുൾ മൂഡേ ഓഫായി. നമുക്ക് തോന്നും ചിലപ്പോൾ ഡയറ്റ് നിർത്താം, പക്ഷെ നമ്മൾ നിർത്തരുത്. കൺസിസ്റ്റൻസിയാണ് ദി കീ ഓഫ് വെയിറ്റ് ലോസ്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, ശരി എന്നാൽ ഇനിയിപ്പോൾ നോക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡേറ്റ് ഫിക്സ് ആക്കി 16-ാം തീയതി നോക്കാം. 16-ാം തീയതി നോക്കി 3 കിലോ കുറഞ്ഞിരുന്നു, 63 kg. അതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും വെയിറ്റ് നോക്കണം എന്ന് മനസ്സ് പറയും, പക്ഷെ നോക്കരുത് നമ്മൾ. പിന്നെ നമ്മളെ ഒരു ഡേറ്റ് ഫിക്സ് ആക്കാം. പിന്നെ എപ്പോഴാണ്, പിന്നെ ഞാൻ വിചാരിച്ചു ജൂലൈ 1-ാം തീയതി നോക്കാമെന്ന്. ജൂലൈ 1-ാം തീയതി നോക്കി 59 kg. പിന്നെ പിന്നെ എപ്പോഴോ പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് 56 kg അങ്ങനെ ഉണ്ടായത്. അപ്പോൾ വെയിറ്റ് എപ്പോഴും നോക്കണമെന്ന് നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ മോട്ടിവേഷനായിട്ട് പോകുമ്പോൾ അത് നമ്മളെ തകർക്കും. ആ സമയത്ത് ഇതിപ്പോൾ എന്താ വെയിറ്റ് കുറയാത്ത, ചിലപ്പോൾ ദിവസം നമ്മളുടെ വെയിറ്റ് അങ്ങനെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ വെയിറ്റ് കുറയാത്ത, ഇത് വെറുതെ എന്ന് വിചാരിച്ച് നമ്മൾ നിർത്താൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ വെയിറ്റ് നോക്കരുത്. നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് അതും കറക്റ്റ്, അത് ഇന്ന് നാളെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കണം. മീൻസ് 4 liters വെള്ളം കുടിക്കണം മുമ്പത്തെ ദിവസം. പിന്നെ രാവിലെ നമ്മൾ ടോയ്ലറ്റൊക്കെ പോയിട്ട് വേണം പോയി വെയിറ്റ് നോക്കാൻ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ എല്ലാത്തിനും മെയിൻ എന്താ, ഡയറ്റ്. ഞാൻ ഡയറ്റിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഡയറ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി. ഇനിയും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഞാൻ ഓർമ്മ വന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും ചോദിച്ചതൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ബൈ.